ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ. എല്ലാവർക്കും ഒരു അടിപൊളി ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു വിവാഹത്തിന് വന്നതാണ്. അപ്പോൾ സിന്ധു ദേ അങ്ങോട്ട് തൊഴാൻ പോയിട്ടുണ്ട്. ഏതാ? ആമ്പലം. ഇന്നലെ വൈകിട്ട് വന്നാൽ ഇന്നലെ രാത്രിയിലെത്തിയ കാരണം സിന്ധുവിൻ്റെ ഫ്രണ്ട് ടീച്ചറുണ്ട്, ടീച്ചറിൻ്റെ ചേട്ടത്തിയുടെ മോഡ് അല്ലേ. അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് കയറി തൊഴു. തിരക്കില്ല കേട്ടോ, വലിയ തിരക്കില്ല. മോള് ഞങ്ങളുടെ റൂമിലാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ തൊഴുതിട്ട് നേരെ റൂമിലോട്ട് പോകും. ഓക്കെ. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇത്രയും തിരക്കൊഴിഞ്ഞൊരു ദിവസം കാണുന്ന ആദ്യമായിട്ടാണ്. മുമ്പൊക്കെ പല പ്രാവശ്യം ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല. ഒന്നുകിൽ ഗുരുവായൂരോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് വരുന്ന വഴിക്കാണ് നമ്മളിവിടെ കയറാറുള്ളത്. അപ്പോഴൊക്കെ മിക്കപ്പോഴും നല്ല തിരക്കായിരിക്കും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു പേരാലിരിക്കുന്നത്. ഒരു പേരാലല്ല, ഇവിടെ മൊത്തം പേരാലുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നല്ല ഓക്സിജൻ ലെവലൊക്കെ നല്ല രീതിയിൽ കൂടും. അങ്ങനെ ഞങ്ങൾ രാവിലെ എത്തി ഇവിടെ ക്ഷേത്രത്തിനകത്ത് കയറി. വളരെ തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ, നന്നേ കുറവായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ക്ഷേത്രത്തിനകത്ത് കയറുക. ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വല്ലാത്തൊരു ഫീല്, ഒരു മനസ്സിനകത്തൊരു വല്ലാത്തൊരു ഫീലുണ്ടായി. അപ്പോൾ എന്തായാലും തൊഴുത് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളൊക്കെ ചെന്ന് കാണാറുള്ള പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് കച്ചവടക്കാരും ലോട്ടറി കച്ചവടക്കാരും അതുപോലെ സാധാരണ ഭിക്ഷക്കാരും ഇതൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും തൊഴുത് ഞങ്ങൾ നേരെ ഇറങ്ങി. അവിടെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. സിന്ധുവിൻ്റെ സ്കൂളിലെ ടീച്ചറും കൂടാതെ ഞങ്ങളുടെ കുടുംബ സുഹൃത്തു കൂടിയായ സാബിറ ടീച്ചറിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകളുടെ വിവാഹത്തിനാണ് ഞങ്ങളെത്തിയത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് സാബിറ ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ് ഞങ്ങളെ കാറിൽ കൂട്ടിക്കൊണ്ട് കൊടുങ്ങല്ലൂരിലേക്ക് വന്നത്. അപ്പോൾ ട്രെയിനിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. ബാംഗ്ലൂർ എക്സ്പ്രസ്സിനകത്ത് ഞങ്ങൾ വന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഇവിടെ കൊടുങ്ങല്ലൂരിനടുത്ത് തന്നെ MIT ഹോസ്പിറ്റലിൻ്റെ അവരുടെ തന്നെ ഒരു ഫ്ലാറ്റിലാണ്. തൊട്ടടുത്തൊരു ഫ്ലാറ്റുണ്ട്. അപ്പോൾ വളരെ പേരുകെട്ട ക്രാഫ്റ്റ് ഹോസ്പിറ്റലൊക്കെ അതിനോട് ചേർന്നിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും ഹൈവേയുടെ ഒക്കെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന് തൊട്ടടുത്ത ഹോസ്പിറ്റലിന് മുമ്പിൽ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഇടിയപ്പവും കടലക്കറിയും കഴിച്ചു. അപ്പോൾ മോക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇന്നലെ വൈകുന്നേരം ഒരു ബേക്കറിയിൽ നിർത്തി ചായ കുടിച്ചപ്പോൾ അവിടെ നിന്ന് സ്പെഷ്യൽ ബ്രെഡ് കഴിച്ചിരുന്നു. അപ്പോൾ അത് വാങ്ങി പാർസൽ വെച്ചിരുന്നു. അപ്പോൾ അത് മോള് കഴിച്ചു. ഇതാണ് MIT ഹോസ്പിറ്റൽ. ഈ MIT ഹോസ്പിറ്റലിൻ്റെ കോംപ്ലക്സിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിനകത്ത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് പ്രസിദ്ധമായ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ചികിത്സയിലൂടെ. അപ്പോൾ അതിനുവേണ്ടി മാസങ്ങളോളം ദമ്പതികൾ വന്ന് താമസിച്ച് കുട്ടികളുണ്ടാകുന്ന അതുവരെ താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ഫ്ലാറ്റുകൾ കൂടാതെ പ്രൈവറ്റ് പുറത്ത് ഒരുപാട് റൂമുകളുണ്ട്. അപ്പം ഞങ്ങൾക്ക് താമസിക്കുന്ന ഫ്ലാറ്റാണ് ഇത്. അടിപൊളി ഫ്ലാറ്റാണ്. ഇത്തരത്തിൽ നിരവധിയുണ്ട്. 3 നിലയിലുള്ള ഫ്ലാറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഫ്ലാറ്റിനകത്തൊരു ഹാള്, 2 ബെഡ്റൂം, 1 ബാത്റൂം, 1 കിച്ചൺ. ഇതാണ് നല്ല സൗകര്യത്തിലുള്ള റൂമുകളെല്ലാം. അപ്പോൾ ഞങ്ങളിതാ 2 റൂമിലായിട്ടാണ് കിടന്നത്. ഞാൻ കിടന്നത് ഈ റൂമിലായിരുന്നു. ഓക്കെ. ഇത് തൊട്ടടുത്തായിട്ട് കിച്ചണുണ്ട്, ഗ്യാസും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നമ്മൾ രാവിലെ വെള്ളം ചൂടാക്കിയായിരുന്നു. എന്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചേ? എന്താ ഗാർലിക് ബ്രെഡ്. എന്താ നോട്ടെ ശരി, കൊള്ളാം നോട്ടെ. എങ്ങനെയായിരുന്നു ഇവിടെ താമസം? റൂം ടൂർ ചെയ്തോ? ഇതിനിടയ്ക്ക് അങ്ങ് ചെയ്യും റൂം ടൂർ. ഓക്കെ. പിന്നെ തറാണ്ടേ മേക്കപ്പ്. ഹായ്. അപ്പോൾ ദാ കല്യാണത്തിന് പോകാൻ റെഡിയായി. സമയം 11:15. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ താമസിക്കുന്നത് തൊട്ടടുത്താണ് ഈ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം. ഓക്കെ. അപ്പോൾ അതേ ഇവിടെ 2 പേർ റെഡി ആയതുകൊണ്ട് ഹായ്
ഹലോ, എന്തോ റെഡിയല്ലേ? എന്തോ ഐഫോൺ റെഡിയായ എന്തോ ചതിച്ചാശാനെ ഐഫോൺ സ്റ്റോറേജ് ഫുള്ളായി. പിന്നെ താക്കോൽ എടുക്കണേ. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റ് ഇതോ എന്തിനാ മെയിൻ അതാണ് ഇവിടെ ഇതുണ്ട്. വാ അത് അടിപൊളിയായി. കമ്മലൊക്കെ സൂപ്പർ. ഓക്കെ, എടുത്ത ഫോട്ടോ എടുക്ക്. ആ ബാഗ് ഞാൻ മാറിയില്ല, ബ്ലാക്ക്. ആ പെട്ടെന്നോ ഇവിടെ ഈ ഇവിടെ വന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇവിടെ അല്ല, ഇവിടെ കുറച്ച് ലൈറ്റ് ഉണ്ടെന്ന്. ഫോട്ടോഷൂട്ട്. അത് ഈ ലിഫ്റ്റ് ഉണ്ട് അല്ലേ? ഇതിനകത്ത് ഇപ്പം നമുക്കിപ്പോൾ താഴോട്ടാണ് പോകുന്നത്. ഇതിനകത്ത് ഏത് സ്വിച്ച് ചെയ്യാൻ പറ്റും? ഇത് ലിഫ്റ്റ് താഴെ കിടക്കുക. എവിടെ നോ ഒരിക്കലും അതൊക്കെ അത് വരും. പക്ഷേ ആക്ച്വലി ഞെക്കേണ്ട ഇതാ ഇതെയോ മേലോട്ട് വരും. ഇതിപ്പോൾ വേറെ ആൾ മേളിൽ നിന്ന് ഞെക്കിയാലുണ്ടല്ലോ നമ്മളെടുത്തോണ്ട് നേരെ മേലോട്ടേ പോകത്തുള്ളൂ. മറിച്ച് ഇതാ ഞെക്കുന്നതെങ്കിൽ മേളിൽ ഒരാൾ ഞെക്കിയാൽ പോലും ലിഫ്റ്റ് മേളിൽ പോകത്തില്ല. ഓക്കെ, ആ ടെക്നിക്ക് അറിയാം. ജി ഓക്കെ, ക്ലോസ്. മനസ്സിലായോ ടെക്നിക്ക്? മനസ്സിലായോ? കല്യാണം ആ ഫോട്ടോ വിളിച്ചോ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ആ ബിൽഡിങ് കേട്ടാ. ഓക്കെ, നമ്മളോ വീട്ടിൽ പോവാം. ഇവിടെ എല്ലാം സ്റ്റേ ഉണ്ട് കേട്ടോ, റൂംസാണ്. അങ്ങോട്ടെല്ലാം റൂംസാണ്. അപ്പോൾ ഈ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും റൂംസും. ഓക്കെ, ഓട്ടോ കിടപ്പുണ്ട്, ഓട്ടോയ്ക്ക് പോവാം. ഓക്കെ, ആ കാണുന്നതാണ് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ. ഞങ്ങൾക്ക് വഴിതെറ്റി ഗൈസ്, വഴിതെറ്റി. ഒടുവിൽ കണ്ടുപിടിച്ചു. ഇതാണ് അങ്ങനെ എത്തി ഗൈസ്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഞങ്ങളെ ലൊക്കേഷൻ തെറ്റിച്ചാ. വെള്ളം കുടിക്കാം. സാബിറയുടെ കല്യാണം, സാബിറയുടെ ചേച്ചിയുടെ മോടെ കല്യാണമാണ്. സാബിറയുടെ നാത്തു, സാബിറയുടെ മൂത്ത നാത്തു. സാബിറയുടെ ചേച്ചി സാബിറയുടെ ചേട്ടത്തിയാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞങ്ങളിവിടെ അടിപൊളി ഗാനമേളയും ഇല്ലേ പകർന്നു. പക്ഷെ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ സ്ഥാപന ടീച്ചറിൻ്റെ മോൾ. ഓക്കെ, കുടുംബത്തിലൂടെയാണ് സമൂഹം ഉണ്ടാകുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ ധാർമ്മികവും സദാചാരവുമായ മനുഷ്യ തലമുറയിലെ നിലനിൽപ്പിന് ആവശ്യമായ വംശവർദ്ധനവും സാധ്യമാകുന്നതും വിവാഹത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന ദാമ്പത്യ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് വിവാഹത്തെ വളരെ ഗൗരവത്തിൽ കാണണമെന്നും താൻ തൻ്റെ ജീവിതത്തിലേക്ക് ഇണയായി സ്വീകരിക്കുന്ന
സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും ഇണയായി യാത്രയിൽ തൻ്റെ ജീവിതത്തിൽ കടന്നുവരേണ്ടുന്ന വ്യക്തി ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്നൊക്കെയുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദാമ്പത്യ ജീവിതം ഭദ്രമായി. പ്രയോഗം സാമ്പ്രദായികമായി നമ്മൾ ഉപയോഗിക്കുന്ന വ്യാവഹാരിക പദങ്ങൾ എന്ന അർത്ഥത്തിൽ ഉപരിയായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് തങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന മകനായി പുതുപെണ്ണിനെ മകളായി സ്വീകരിക്കുവാൻ ഇരു കുടുംബങ്ങൾക്കും കഴിയണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ നിക്കാഹെല്ലാം കഴിഞ്ഞു. എല്ലാവരും ചാപ്പാട് കഴിക്കാൻ ബിരിയാണി കഴിക്കില്ലേ? നമുക്ക് പതുക്കെ കഴിക്കാം. സദ്യ എന്തായാലും കഴിക്കും. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പതുക്കെ കഴിക്കും. നമ്മൾ പതുക്കെ കഴിക്കുന്നത് ഫോട്ടോഷൂട്ടൊന്നും വേണ്ട. കുറച്ച് ഫോട്ടോ സെക്ഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തു. ഒരുങ്ങിയില്ലേ ഞാൻ, അപ്പം 4-5 പേരെ കാണിക്കണ്ടായിരുന്നു. 4 പേരല്ല, ആയിരക്കണക്കിന്. എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ? എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 14,000 പേരില്ലേ? 14,000 ഫോളോവേഴ്സ് ഉള്ള ആളാണ്. 3550. അതാ പറഞ്ഞേ അല്ലേ? അപ്പോൾ ആള് സെലിബ്രിറ്റി ആയി. അപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മേക്കപ്പ് കൊള്ളാം. ഞാൻ സ്വന്തമായിട്ട് സെൽഫ് മേക്കപ്പാണ്. കൊണ്ടുവരുന്നില്ലേ? Okay, thank you. എല്ലാം ഓക്കെ. ഗ്രൂപ്പ് ഫോട്ടോ ആയി. അപ്പോൾ അടുത്ത പരിപാടി ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞങ്ങൾ താഴെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി വേറെ പ്രോഗ്രാമെല്ലാം ഉണ്ടോ? അവിടെ ഇല്ലേ? ചാപ്പാടെല്ലാം കഴിഞ്ഞു ഗൈസ്. കൊള്ളായിരുന്നു കേട്ടോ. നിങ്ങളുടെ കല്യാണം ആകെ മൊത്തത്തിലൊരു പൊളിയായിരുന്നു. ഹസ്ബൻഡ് അങ്ങ് അടിപൊളി ഒരു പിന്നെ പ്രസംഗം, ഒരു അല്ല സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മെസ്സേജാണ്. കൊള്ളായിരുന്നു. ഈ കളർ ഈ ഡ്രസ്സിൻ്റെ ഏതാ കളർ? പിസ്ത പച്ചയായിരുന്നു ഇവിടെ മൊത്തം. നിങ്ങൾ നേരത്തെ അല്ല, അത് അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഇവിടുന്ന് മൂവ് ചെയ്യാം. നേരെ ഫോട്ടോ എടുക്കാം. പാക്ക് ചെയ്ത് നേരെ വരും. ഐസ്ക്രീം വേണ്ട? ഐസ്ക്രീം
അപ്പോൾ ഞങ്ങൾ പോവാം ഗൈസ്. ഓക്കെ പോട്ടെ. ശരി എന്നാൽ. ശരി കാണാം. ഓക്കെ ക്യാമറയ്ക്കായിട്ട് നടക്കണത്. പോട്ടെ. ആ ശരി കാണാം. നിങ്ങളൊക്കെ നാട്ടിലേക്ക് ശരി. നോക്ക്. ഓക്കെ അപ്പോൾ ശരി. അപ്പോൾ ശരി, താങ്ക് യു. വെരി 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 താങ്ക്സ്. പാട്ട് പാടിയതിന് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ട് തരണേ. അത് കൊടുത്തരാം. പറയാനില്ലല്ലോ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക്. അല്ല ടീച്ചറെ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ആ ഓക്കെ ബൈ. ശരി. എന്തുവാ ആ അപ്പം ശരി. ഓക്കെ അപ്പോഴത്തേക്കും ഞങ്ങളൊരു വാഗണാറില്ല പിന്നെ ബലനോ. അപ്പോൾ ബലനോ ഓടിക്കുന്ന ആരാ? ഞങ്ങളെ കൊണ്ടുവിടുന്ന ആരാ? പേരെന്തുവാ? നെബ്ഹാൻ. ഓക്കെ. സാവർ ടീച്ചറിൻ്റെ ആരാ? തടം. ഓക്കെ. അപ്പോൾ നമ്മൾ റൂമിൽ ചെന്നിട്ട് നമ്മുടെ സാധനം എല്ലാം എടുത്ത് ബസ്സിൽ. ആ ഓക്കെ ബസ്സിൽ. അപ്പോൾ ഗൈസ് ഞങ്ങൾ റൂമിലെത്തി ഫ്രഷായി പുറപ്പെടുകയാണ്. ഓക്കെ താക്കോല ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഓട്ടോ വിളിച്ചു. നേരെ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡ്. ഓക്കെ രണ്ടാമത്തെ അല്ല, അത് നമ്മൾ ആദ്യം രണ്ടാമത്തെ അവർ മുമ്പേ പോയി. ബസ്സിൽ കയറി. പിന്നെ ഓട്ടോയിൽ കയറി. അത് ഇന്ന് 2 വട്ടം കയറി. ഞാനാ വണ്ടി മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ് ആലപ്പാട് സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഗാഡി നമ്പർ मंगलूर से ट्रिवांड्रम तक जाने वाली मंगलूर ट्रिवांड्रम एयरनाड एक्सप्रेस आलवाड़. ഓ ഏറനാടിനകത്ത് ഒരു രക്ഷയില്ലാത്ത തിരക്ക്, അന്യായ തിരക്ക്. ആലുവയിൽ നിന്ന് കയറിയപ്പോൾ ഞാൻ നിൽക്കുക. ഈ മുകളിലത്തൊക്കെ ബർത്തിലൊക്കെ ആൾക്കാർ കയറിയും കിടക്കുക. ഒന്ന് എഴുന്നേറ്റ് കൊടുത്ത് സഹകരിക്കാനൊന്നും ആൾക്കാർ തയ്യാറാവത്തില്ല. എൻ്റെ പൊന്നു രക്ഷയില്ല, ഒരു രക്ഷയുമില്ല. എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ് കിട്ടി കേട്ടോ. ഒരു അന്യായ നിപ്പായിപ്പോയി. വേറൊന്നുമല്ല, ഈ തിരക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.